ആ ഇന്ന് ഇച്ചിരി ധൃതിയിലാണല്ലോ. ഓ സ്വല്പം ലേറ്റ് ആയിപ്പോയി. താഴെ അവസാന സമയം താമസിച്ച് ചീത്തവിളി കേൾക്കും. ഓ ചെല്ല് ചെല്ല്. ചേട്ടാ ഇവിടെ വെച്ചിരുന്ന ബോക്സ് എവിടെ പോയി? അല്ല വേണ്ട, ഇനി അതിയാൻ്റെ വായിരിക്കുന്നത് കേൾക്കണ്ട. ചേട്ടാ ഇത് ഞാൻ എവിടെ പോയി കിടക്കുവോ? ജോസേ, ഇത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നതാടാ ജോസേ നീ അവിടെ കിടന്ന് പെറുപെറുക്കുന്നത്? സാറേ പത്രം വെക്കുന്ന ബോക്സ് അവിടെ കണ്ടില്ല. ആ ബോക്സ് അവിടെ ഉണ്ടെങ്കിലേ നീ പത്രം എടുത്തുള്ളോ? അല്ല, അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ആ, ഞാനത് എടുത്തങ്ങ് മാറ്റി. പത്രം ഞാൻ മുറ്റത്തിട്ടച്ച് പോകാൻ ഒരുങ്ങിയതാണ്. മഴയെങ്ങാനും പെയ്താലോന്നോർത്ത്. എടാ, അതില്ലെങ്കിൽ നീ പത്രം ഇടണം. ഇനി മുതൽ പത്രം നീ എൻ്റെ കൈ കൊണ്ടെത്തരണം. അയ്യോ എൻ്റെ സാറേ, എനിക്കിനി 10-200 വീട്ടിൽ പത്രം ഇടാനുള്ളതാണ്. പിന്നെ സ്കൂളിൽ ചെറിയൊരു ജോലിയുണ്ട്, അതിനും പോകണം. എല്ലാ ദിവസവും സാറിന് നേരിട്ട് പത്രം തരുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സാറേ. ഓ, അതൊന്നും നീ കണക്കാക്കണ്ട. അതിനെന്താന്ന് വെച്ചാൽ ഞാനങ്ങ് തന്നേക്കാം. ജോസേ, എനിക്ക് പത്രം വായിക്കാനൊന്നുമില്ല. പിന്നെ ഡെയിലി ഒരാളെങ്കിലും ഇവിടെ വരുമല്ലോ. അപ്പോൾ ഇവിടെ ആരും ഇല്ലേ? നിനക്കറിയോ, ഞാൻ മിലിട്ടറിയിലൊരു കേണലായിരുന്നു. എൻ്റെ ഭാര്യ മരിച്ചു. ഒരു മകനുള്ളതാണെങ്കിൽ അവൻ അമേരിക്കയില ഡോക്ടറാ. അവൻ്റെ ഭാര്യയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഡോക്ടറാ. അവൻ്റെ 2 മക്കളും അവിടെ തന്നെ വലിയ പഠിത്തം പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ അങ്കിളിന് അവരുടെ കൂടെ പോയി താമസിച്ചപ്പോൾ. ഓ, ഒരു തവണ ഞാൻ പോയതാ. അവൻ രാത്രി ജോലിക്ക് പോകുമ്പോൾ അവൾ പകൽ ജോലിക്ക് പോകും. ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കും. അവനവൻ വേണ്ടപ്പോൾ എടുത്ത് ചൂടാക്കി കഴിക്കുക. ഒരു പ്രാവശ്യം അവൻ്റെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ എന്നെ നോക്കി ഒന്ന് ഹലോ എന്ന് പോലും പറഞ്ഞില്ല. അല്ല, അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ആരും മെനക്കെട്ടിട്ടുമില്ല. അപ്പോൾ ഒറ്റയ്ക്കാണല്ലേ? നീ കണ്ടോ, റോഡിൽ നിന്ന് ഈ വഴിക്ക് 5-6 വീടുകളുണ്ട്. അവിടെങ്ങും ആരുമില്ല. ഈ ഭാഗത്ത് ഞാൻ മാത്രം, അതും ഒറ്റയ്ക്ക്. അപ്പോൾ വല്ലതും കഴിക്കുന്നതോ? ഓട്സും പാക്കറ്റ് ഫുഡ്സും കഴിച്ച് മടുത്തു. ഹാ, അതൊക്കെ പോട്ടെ. നാളെ മുതൽ നീ എന്നെ വിളിച്ച് പത്രം തരണം. ഒരുപക്ഷേ ഒരു ദിവസം ആ വാതിൽ തുറന്നില്ലെങ്കിൽ ഇത് എൻ്റെ മകൻ്റെ നമ്പറാ. പിന്നെ നീ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിരിക്കണം. സ്നേഹിച്ചു മാറോടു ചേർത്തു വളർത്തിയ രക്തബന്ധങ്ങൾ അന്യമായി തീരവേ ഏകാന്ത ജീവിത പാതയിൽ കൺമുൻപിൽ ആശ്വാസമേകുവാൻ ആരുമില്ലാതെയാ. ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെ ബദരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിജിത്വത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സുപുത്രേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ നിരന്തരം ഭക്തിമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൈവളരുന്നോ കാൽ
പ്രതീക്ഷകൾ വ്യർത്ഥ സ്വപ്നങ്ങളായി ആശിച്ചു കോർത്ത മുത്തുക്കളോരോന്നും നൂൽ പൊട്ടി ഭൂമിയിൽ വീണു ചിതറിയോ. സ്വത്തും പ്രതാപവും സർവവുമുണ്ടെന്നാൽ ആരുമില്ലാശ്രയം കൈത്താങ്ങായി സൗധങ്ങൾ മെല്ലെ ശ്മശാനങ്ങളാകവേ അവിടെ ശേഷിപ്പോ ജീവച്ചവങ്ങളായി. ആ